പതിറ്റാണ്ടുകളായി വേനൽക്കാലം എന്നാൽ പേടി സ്വപ്നമായ ഒരനുഭവമാണ് ഗൾഫ് നാടുകളിൽ. സൂര്യൻ ആകാശത്ത് നിന്ന് കനൽ ചില്ലകൾ കോരിയെറിയുന്ന ഓഗസ്റ്റ് മാസത്തിൽ മരുഭൂമിയുടെ മണ്ണ് തിളച്ചു നിൽക്കുകയാണ് പതിവ്. എന്നാൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുന്ന അതേ ദിവസങ്ങളിൽ തന്നെ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ആകാശം കറുത്തുരുണ്ട് കനത്ത മഴ പെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കുന്നവർ കുറവായിരിക്കും. ഒരു വശത്ത് കനത്ത ചൂടും മറുവശത്ത് പേമാരിയും ഇടിമിന്നലും എന്ന വേറിട്ട അവസ്ഥയിലൂടെയാണ് പ്രവാസി സമൂഹവും പ്രാദേശിക നിവാസികളും ഇപ്പോൾ കടന്നുപോകുന്നത്. അലൈനിലും വടക്കൻ എമിറേറ്റുകളിലും പെയ്തിറങ്ങിയ കനത്ത മഴയും റോഡുകളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകളും വരാനിരിക്കുന്ന വലിയ കാലാവസ്ഥാ മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. ചൂടുകാലത്ത് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം മഴ പ്രകൃതിയുടെ അപൂർവമായ ഒരു പ്രതിഭാസമാണെങ്കിലും ഇതിന് പിന്നിൽ വ്യക്തമായ ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം ആഗോളതലത്തിൽ കാലാവസ്ഥയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന എൽനീനോ പ്രതിഭാസമാണ് ഈ അസ്ഥിരതയ്ക്ക് പ്രധാന കാരണം. ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പസഫിക് സമുദ്രത്തിലെ ജല ഉപരിതലം സാധാരണയേക്കാൾ കൂടുതൽ ചൂടാകുന്നതാണ് എൽനീനോയ്ക്ക് വഴിവെക്കുന്നത്. ഇത് ആഗോള കാറ്റിന്റെ ഗതിയെയും മഴയുടെ പാതകളെയും മാറ്റിമറിക്കുന്നു. യുഎഇ പോലെയുള്ള രാജ്യങ്ങളിൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർത്താൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന താപനില നിലനിൽക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ ജലബാഷ്പം വലിച്ചെടുക്കപ്പെടുന്നു. ഇത് ഉച്ചയ്ക്ക് ശേഷം സംവഹന സ്വഭാവമുള്ള ശക്തമായ മേഘരൂപീകരണത്തിന് ഇടയാക്കുന്നു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലും തെക്കൻ കിഴക്കൻ മേഖലകളിൽ ഇത്തരത്തിൽ പെട്ടെന്ന് മേഘങ്ങൾ രൂപപ്പെട്ട് ശക്തമായ മഴയായും ആലിപ്പഴ വീഴ്ചയായും പെയ്തിറങ്ങുന്നു. എന്നാൽ ഈ മഴ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും അന്തരീക്ഷത്തിലെ മൊത്തത്തിലുള്ള താപനിലയിൽ വലിയ കുറവുണ്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം അസ്ഥിര കാലാവസ്ഥകൾ വലിയ അപകട സാധ്യതകൾ ഉയർത്തുന്നുണ്ട്. ഓറഞ്ച്, മഞ്ഞ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അധികൃതർ ജനങ്ങളോട് അതീവ ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നു. മഴയേക്കാൾ ഉപരി മഴയ്ക്കൊപ്പം ഉണ്ടാകുന്ന ശക്തമായ തരംഗക്കാറ്റുകളും ഇടിമിന്നലുകളുമാണ് കൂടുതൽ അപകടകാരികൾ. മണിക്കൂറിൽ കിലോമീറ്ററുകൾ വേഗതയിൽ താഴേക്ക് വീശിയടിക്കുന്ന കാറ്റ് കാഴ്ചാപരിധി കുറയ്ക്കുകയും വഴിയിലുള്ള വസ്തുക്കൾ പറന്നുപോകാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഇത്തരം സമയങ്ങളിൽ താഴ്വരകളിലെയും വാദികളിലെയും വെള്ളപ്പൊക്ക സാധ്യത ഏറെ കൂടുതലാണ്. സാധാരണ വറ്റുവരണ്ട് കിടക്കുന്ന താഴ്വരകളിൽ മിനിറ്റുകൾക്കുള്ളിൽ കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാം. അതുകൊണ്ട് തന്നെ അത്തരം താഴ്ന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. ഡ്രൈവിംഗിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അബുദാബി പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഭാഗങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള വേഗത നിയന്ത്രണങ്ങൾ പാലിക്കുകയും ഡിജിറ്റൽ ബോർഡുകളിലെ മുന്നറിയിപ്പുകൾ കർശനമായി പിന്തുടരുകയും വേണം. യുഎഇക്ക് പുറമെ അയൽ രാജ്യങ്ങളായ ഒമാനിലും സൗദി അറേബ്യയിലും വടക്കൻ പർവ്വതനിരകളിലും ശക്തമായ മഴയും ആലിപ്പഴ വീഴ്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത ചൂടിന്റെയും അസ്ഥിര കാലാവസ്ഥയുടെയും നടുവിൽ നിൽക്കുമ്പോഴാണ് ആകാശത്ത് ഒരു പ്രകാശ ബിന്ദു തെളിയുന്നത്. ഓഗസ്റ്റ് 24 തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്ന സുഹൈൽ നക്ഷത്രത്തിന്റെ ഉദയം അറബ് പാരമ്പര്യത്തിന്റെ വേനലിന്റെ കഠിനമായ ഘട്ടം അവസാനിക്കുന്നതിന്റെ പ്രതീകമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശോഭയുള്ള നക്ഷത്രങ്ങളിൽ ഒന്നായ കാനോപ്പസ് എന്ന സുഹൈൽ നൂറ്റാണ്ടുകളായി മരുഭൂമിയിലെ മനുഷ്യർക്ക് ദിശാസൂചകവും കാലാവസ്ഥാ കലണ്ടറുമായിരുന്നു. ആധുനിക ഉപഗ്രഹ സാങ്കേതിക വിദ്യകളോ കമ്പ്യൂട്ടർ മാപ്പുകളോ ഇല്ലാതിരുന്ന കാലത്ത് പുരാതന അറബ് ജനത തങ്ങളുടെ ജീവിതം ക്രമീകരിച്ചിരുന്നത് ആകാശത്തിലെ ഇത്തരം മാറ്റങ്ങൾ നോക്കിയാണ്. അൽ-ദുരൂർ എന്ന പരമ്പരാഗത ജ്യോതിശാസ്ത്ര രീതി അനുസരിച്ച് വർഷത്തെ 36 10 ദിവസ ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സുഹൈൽ നക്ഷത്രം തെളിയുന്നതോടെ വിതയ്ക്കുന്ന സമയം, കൃഷിരീതികൾ, കാറ്റിന്റെ ഗതി, മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ കാലയളവുകൾ, ദേശാടന പക്ഷികളുടെ വരവ് എന്നിവ കർഷകരും കടൽ യാത്രികരും കണക്കാക്കിയിരുന്നു. ഈ ചരിത്രപരമായ അറിവുകൾ കേവലം ഒരു വിശ്വാസം എന്നതിനേക്കാൾ ഇന്നും ഗൾഫ് മേഖലയുടെ സാംസ്കാരിക പൈതൃകമായി അങ്ങനെ നിലനിൽക്കുന്നു. സുഹൈൽ നക്ഷത്രം ഉദിച്ച ഉടൻ തന്നെ രാജ്യത്ത് തണുപ്പ് പടരുമെന്ന് കരുതുന്നത് തെറ്റായ ധാരണയാണ്. കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു നക്ഷത്രത്തിന് ഭൂമിയിലെ അന്തരീക്ഷ താപനില നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രലോകവും ജ്യോതിശാസ്ത്ര വിദഗ്ധരും വ്യക്തമാക്കുന്നുണ്ട്. ഉദയത്തിന് ശേഷം ആരംഭിക്കുന്ന 40 ദിവസം നീളുന്ന സുഫ്രിയ എന്ന പരിവർത്തന ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. തീയിൽ നിന്ന് മാറ്റിവെച്ചാലും പാത്രത്തിലെ ചൂട് കുറച്ചു സമയം കൂടി നിലനിൽക്കുന്നത് പോലെയാണ് മരുഭൂമിയിലെ താപനില. ഓഗസ്റ്റ് അവസാനത്തോടെ ചൂടിന്റെ തീവ്രതയിൽ ചെറിയ കുറവുണ്ടാകുമെങ്കിലും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് വർദ്ധിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മൂടൽമഞ്ഞും കനത്ത ഈർപ്പവും അനുഭവപ്പെടുന്നത് സാധാരണയാണ്. എന്നാൽ രാത്രികളിൽ പതുക്കെ തണുപ്പുള്ള കാറ്റ് വീശി തുടങ്ങും. ഒക്ടോബർ പകുതിയോടെ വസം എന്ന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് അന്തരീക്ഷം കൂടുതൽ സുഖകരമാകുന്നത്. ഒടുവിൽ നവംബർ അവസാനത്തോടെയോ ഡിസംബർ മധ്യത്തോടെയോ മാത്രമാണ് യഥാർത്ഥ തണുപ്പുകാലം യുഎഇയിൽ പൂർണ്ണമായി പിടിമുറുക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ച ഇക്കാലത്തും പ്രകൃതിയുടെ ഇത്തരം പ്രതിഭാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മുൻകരുതലിന്റെയും പാരമ്പര്യ അറിവുകളുടെയും പ്രാധാന്യമാണ്.
കനത്ത മഴയും അപ്രതീക്ഷിത കാറ്റും വിതയ്ക്കുന്ന ഭീഷണി നേരിടാൻ അതോറിറ്റികൾ നൽകുന്ന മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ഔദ്യോഗിക സ്രോതസ്സുകളിലൂടെ വരുന്ന കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ പിന്തുടരുകയും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വ്യാജ പ്രചാരണങ്ങളിൽ വീഴാതിരിക്കുകയും ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. വരാനിരിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങളുടെ സൂചനകൾ ഉൾക്കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മരുഭൂമിയും അതിലെ നിവാസികളും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.